ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈയിടെ ബൈബിൾ വായിച്ചപ്പം ഒന്ന് കണ്ടെത്തിയൊരു ആശയം പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ ഇഷ്ടം സൂര്യപ്പെട്ട ഭൂമിയിലാണ്. അപ്പം ഈ ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇത് ക്രിസ്ത്യാനായിട്ടുള്ള ആളുകൾ ഇത് ഈ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അധികം ചിന്തിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർത്ഥത്തെക്കുറിച്ച് നമ്മളത് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സംശയങ്ങൾ മനസ്സിലേക്ക് വരും. ഇതാണത്. ഒന്ന്, അങ്ങയുടെ രാജ്യം വരണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. വരണമേ എന്നുള്ള പദപ്രയോഗം ഒരു ഫ്യൂച്ചർ ടെൻസിനെയാണ് അർത്ഥമാക്കുന്നത്, അല്ലേ? ഒരു പ്രസന്റ് കണ്ടീഷൻ അല്ലല്ലോ. വരണമേ എന്ന് പറയുമ്പോൾ വന്നിട്ടില്ല. വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് വരണമേ എന്ന് പറയുന്നത്. ഓൾറെഡി വന്നിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഉണ്ടാകുന്നത് വരണമേ എന്ന് പറയാനില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം, ഈ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യം ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് നിങ്ങളെല്ലാം എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ലോകത്തിൻ്റെ കൺട്രോൾ ആരാണ്? അപ്പോൾ ഓൾറെഡി ദൈവം തന്നെയാണെങ്കിൽ പിന്നെ വരണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങയുടെ രാജ്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ആരുടെ രാജ്യമായിരിക്കും? ആരായിരിക്കും ഇതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ? അങ്ങനെ ഒരു ചിന്ത നമുക്ക് സ്വഭാവമായിട്ട് വരത്തില്ല. ഈ പ്രാർത്ഥന അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നേ. ചിന്തിച്ചു നോക്കിയേ. വരണമെന്നുള്ള പദപ്രയോഗം ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യം. ദൈവത്തിൻ്റെ കൺട്രോളിലല്ലേ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഇപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ കൂടെ അതാണ് നമുക്ക് അതിൻ്റെ ധ്വനിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച സമയത്തും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉള്ളതാണ്. അപ്പോൾ 2000 വർഷത്തിന് മുമ്പാണ് പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് വന്നിട്ടില്ല, 2000 വർഷം കഴിഞ്ഞു, ഇപ്പോഴും വന്നിട്ടില്ല, ഇപ്പോഴും വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 2000 വർഷമായിട്ടും അതിൻ്റെ പിന്നിലും ഇപ്പോഴും ആരാണ് നിയന്ത്രിക്കുന്നത്? അങ്ങനെ രാജ്യം വരണമേ എന്ന് നമ്മൾ പറയുന്നതിന് കാരണമുണ്ട്. ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നിലവിലുള്ള രാജ്യം ഉദ്ദേശിക്കുന്നത് എന്താണോ അവരുദ്ദേശിക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ടല്ല മറ്റൊന്നിൻ്റെ ആവശ്യമുള്ളത്. ഇപ്പോൾ സർവ്വ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരു വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമതൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന് പരിമിതികളുള്ളതുകൊണ്ടല്ലേ ആദ്യത്തെ വീടിന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രാജ്യം വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിലോ നമ്മൾ സംതൃപ്തരല്ല എന്നുള്ളത് കൊണ്ടല്ലേ മറ്റൊന്ന് വരണം എന്ന് പറയുന്നത്. കുറെ കൂടെ മെച്ചപ്പെട്ട വരണം ദൈവത്തിൻ്റെ രാജ്യം, അതായിരിക്കും മെച്ചം എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ടല്ലേ. അപ്പോഴും ഞാനും പറഞ്ഞ ക്വസ്റ്റ്യൻ അവശേഷിക്കുന്നുണ്ട്. പ്രസന്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ രാജ്യം വരുന്നുള്ളെങ്കിൽ പിന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ആരാണ്? ഇപ്പോൾ നിയന്ത്രിക്കുന്ന ദൈവമാണെങ്കിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണെന്ന്, ഇപ്പോഴും എല്ലാം നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ദൈവമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ അങ്ങയുടെ രാജ്യം വരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ വേറെ ആരോ ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമല്ലേ ഇത്. അപ്പോൾ ഏതായാലും ഞാനങ്ങനെ വെറുതെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആശയം ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒത്തുപറയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഈ ചാനൽ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.